എന്തു പറ്റിയടാ? ആ ഈ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സീനിൽ ജ്യൂസ് കൊണ്ടുവരുമ്പോ 5 ഗ്ലാസ്സാ കൊണ്ടുവരാ. അപ്പോഴാ ഓർക്ക 5-മത്തെ ആള് പോയല്ലോന്ന്. എന്നിട്ട് 4 പേരും കൂടി 5-മത്തെ ആളോർത്ത് സങ്കടപ്പെടും. അത് ഓർത്തപ്പോഴാ താങ്ങാൻ പറ്റാതെ പോയത്. കൊച്ചിയിലെന്നല്ല, കേരളത്തിൽ തന്നെ സെന്റിമെന്റലായി മണ്ടത്തരം അടിക്കുന്ന ഏക നടൻ ഇവനായി. എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാൻ. തിരിച്ചു മാറോച്ചാ, തിരിച്ചു വരാൻ വാ. വിട്ടേടാ, എന്തിത് എങ്ങോട്ട് വരാൻ? ഇവര് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ റോഹിച്ചൻ കൂടെ തിരിച്ചെത്തിയ സ്ഥിതിക്ക് നമുക്ക് ഒന്ന് ആഘോഷിക്കാം. Cheers. എന്നാലും നമ്മുടെ പാറു ഛെ. എടാ, നീ പറയുന്ന പോലെ ഒന്നുമില്ല. അതിപ്പോ ജോലിക്കെന്ന് പറഞ്ഞാ പോവുക. അതിപ്പോ ഏത് ജോലിക്കും പോയിക്കൂടെ? കൊച്ചിയിലല്ലേ, നിനക്കാണെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് പറയാം. പിന്നെന്താ കുഴപ്പം? ജോലിയൊക്കെ കിട്ടും, പക്ഷേ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു പ്രൊഫഷനൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ ഏതാ മനസ്സിലാവാത്തത്. അതിപ്പോ നിന്റെ ഉള്ളിൽ എനിക്കെങ്ങനെ അറിയാനാ? സാറേ, അതിനൊരു വഴിയുണ്ട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ സാറേന്ന് വിളിക്കരുത്. ഓക്കെ 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 ഓക്കെ. ടോണി എന്ത് പണിയാ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം കാശ് കിട്ടുക എന്നുള്ളത് തന്നെയാ. പക്ഷേ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ വേണം. നിറച്ച് ഗേൾസൊക്കെ ഉള്ള ഒരു ഓഫീസ്, അത്രേ ഉള്ളൂ. ഓഹോ, ഒരാൾ കുട്ടിയായിരിക്കുമ്പോഴേ അയാളുടെ വാസനകൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് ഗംഗാധരൻ മാഷ് പറയാറ്. പക്ഷെ നിനക്കാകെ ഫ്ലേട്ടിംഗ് വാസനയുള്ളൂ, അതൊരു തൊഴിലുമല്ല. പിന്നെ എന്ത് പണിയാ ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ? സാറേ, ടോണിക്ക് പറ്റിയൊരു പണിയുണ്ട്. എന്താ? ഫോട്ടോഗ്രാഫി. ടോണിക്ക് ഫോട്ടോ എടുക്കുന്നതിലൊരു പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ അന്നേ കണ്ടെത്തിയതാ. അത് ശരി കേട്ടോ. എടാ, നീ അന്ന് എൻ്റെ ഫോട്ടോ കയറി എടുത്തിട്ട് എന്ത് രസമായിരുന്നു. അത് നമ്മൾ കണ്ടല്ലേ. സംഭവമൊക്കെ ശരിയാ. അന്നെടുത്ത ഫോട്ടോയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പ്രൊഫഷൻ ആക്കാന്നൊക്കെ വെച്ചാ മതി മതി. എടാ, നീ ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ ഫോട്ടോ കാണിച്ചാൽ പോരെ? ചേട്ടൻ സംവിധായകന്മാരെ കാണാൻ പോകുമ്പോൾ ഫോട്ടോ എടുക്കാതെ പോകുന്നതാ ഭംഗി. സുനിലേ, നിന്റെ ദമ്മിടല്ലേ കോഫി ഷോപ്പിൽ മതി. ഇതാള് വേറെ ആട്ടാ. എന്തായാലും നമ്മുടെ രാജേഷിനൊന്ന് വിളിച്ചു നോക്കാം, അവൻ ഫോട്ടോഗ്രാഫറാണല്ലോ. ആ രാജേഷേ, ടോണിയ. ലുക്ക് മിസ്റ്റർ ടോണി, ഞാൻ ചില കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അത് ആദ്യമേ പറയാം. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിക്കണം. അതിന് ഭംഗം വരുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ പുറത്തു പോകും. ഓക്കെ ഓക്കെ മാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോട് എന്താണെന്നറിയില്ല, എനിക്ക് പണ്ടേ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്ത ഒരു കമ്പനിയിലും വർക്ക് ചെയ്യില്ല. വെരി ഗുഡ്. ഇനിയുള്ളത് ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓവർ ടൈം എല്ലാം ഉണ്ടാവും. സത്യത്തിൽ മാം പറയുന്ന കേട്ടിട്ട് എനിക്ക് ഓവർ ടൈം ചെയ്യാൻ കൊതിയാവും. ഗ്രേറ്റ്. നിങ്ങൾ 6 മാസം പ്രൊബേഷൻ ആയിരിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിനു മുമ്പേ ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ 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 മാം. നിങ്ങളുടെ സെക്ഷനിലുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്താം. ഹെർ നെയിം ഈസ് അനു. എന്ന് ജോയിൻ ചെയ്യാം? നാളെ? ഡെഫിനറ്റ്ലി. നിങ്ങൾ അനുവിന്റെ കൂടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ടോണി താമസം? കുഴപ്പമില്ല, അനു താമസിച്ചു വന്നോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അതല്ല ടോണി, നിങ്ങൾ എവിടെയാ താമസിക്കുന്നെന്ന് ചോദിച്ചത്. അതാ CV-യിലുള്ള അഡ്രസ്സില. ഓക്കെ. അനു? യെസ് മാം, പ്ലീസ് കം. മാം. അനു, ഇത് ടോണി, നമ്മുടെ പുതിയ ഫോട്ടോഗ്രാഫർ ട്രെയിനിയാ. നാളെ ജോയിൻ ചെയ്യും. ഹായ് ടോണി. ഹായ്. ഓക്കെ ടോണി, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ ടോണി ആക്ച്വലി എന്താ ചെയ്തിരുന്നേ? എന്ത് ചെയ്തിരുന്നില്ല ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
അപ്പൊ എല്ലാ ഫീൽഡിലും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അയ്യോ അതുകൊണ്ടല്ല, ആ? എന്ത് ചെയ്തിരുന്നില്ല ചോദിച്ചാ പറയാൻ കുറെ കാര്യങ്ങളുണ്ടേ, അതുകൊണ്ടാണ്. ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, ബിക്കോസ് യു ആർ റിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? സ്വന്തമായിട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വലിയ കാശുകാരാ. അതല്ല ടോണി ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഉദ്ദേശമൊക്കെ മനസ്സിലായി. അനു, വന്നപ്പോ അതില് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കാം. പറയട്ടെ? അനു പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. സത്യം പറയാലോ, ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാ അനു. ആ എനിക്കറിയാം, സൗന്ദര്യത്തെ കുറിച്ച് അത്യാവശ്യം ബോധമൊക്കെ എനിക്കുണ്ട്. ഓ, ഹ്യൂമർ സെൻസ്. എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഹ്യൂമർ സെൻസ് ഉള്ളതിന് സൗന്ദര്യം ഉണ്ടാവില്ല, സൗന്ദര്യം ഉള്ളതിന് ഹ്യൂമർ സെൻസ് ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി കിട്ടാന്ന് പറഞ്ഞാൽ യു ആർ ബ്ലെസ്ഡ്. താങ്ക് യു. പക്ഷേ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ലൈഫിൽ അതെ കേട്ടാ, ഫ്ലേർട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ മുമ്പിൽ ഫ്ലേർട്ട് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാം. ഞാൻ പോട്ടെ, എനിക്കൊരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു. നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. ഓ താങ്ക് യു. ഹലോ. ഹേ മച്ചൂസ്. എന്റെ പാറു പോയല്ലോ. അളിയ, നീ അത് എങ്ങനെ? ഞാനെല്ലാം അറിഞ്ഞു. ചത്താലും കുഴപ്പമില്ല, ജിമ്മി ചേരാന്ന് പറഞ്ഞ് എന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞേ അവള് പോയിന്ന്. നിനക്കൊന്ന് എന്നെ വിളിച്ചൊരു വാക്ക് പറയാറുന്നില്ല ടോണി. എടാ, ആ വാക്ക് അവളെ എന്നോട് പോലും പറയാതാ ദുബായിക്ക് പറഞ്ഞു കളഞ്ഞത്. എന്തായിരുന്നു പ്രശ്നം? എന്തിനും ഈ നീരജേട്ടൻ ഉണ്ടായിരുന്നില്ല അവക്ക്? എന്റെ പൊന്നെ നീരജ, നീ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ അവളെ മമ്മിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവള് ദുബായിക്ക് പോയതാ. അവള് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും, ഉറപ്പായിട്ടും വരും. ഇപ്പഴേ സമാധാനായി ടോണി. ഞാനാകെ തകർന്നു പോയടാ. പോട്ടെ, വാ നമുക്ക് എന്തെങ്കിലും കുടിക്കാം. അല്ല, എനിക്കിപ്പോ ഒന്നും വേണ്ടടാ. അങ്ങനെ പറയല്ലേ, വാ എന്തെങ്കിലും കുടിക്കാം. വേണ്ടടാ, ഞാനിപ്പോ കുടിച്ചോളൂ. എനിക്ക് കുടിക്കണം. എന്നാ നീ പോണ വഴിക്ക് കുടിച്ചോ, എനിക്ക് പോയിട്ടേ അല്പം ധൃതിയുണ്ട്. എന്നാ ശരി, പൊയ്ക്കോ. എനിക്ക് ചെന്നിട്ട് പാറുനൊന്ന് വിളിക്കാം. എന്റെ കാര്യം മറക്കണ്ടാട്ടാ. അതല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറയാനാ. ഷെയ്ക്ക് കുടിച്ചാ മതിയോ? മതി. എന്നാ വാ കേറ്. കള്ളൻ ചിരി കണ്ടില്ലേ?